കോട്ടയത്ത് നിന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത രാവിലെ വരുന്നുണ്ട്. കോട്ടയം ഏറ്റുമാനൂരിൽ തട്ടുകടയിലെ സംഘർഷത്തിൽ അക്രമിയുടെ ചവിട്ടേറ്റ് പോലീസുകാരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ശ്യാം പ്രസാദാണ് മരിച്ചത്. പ്രതി ജിബിൻ ജോർജിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ജിബിൻ. വിശദാംശങ്ങൾ കോട്ടയത്ത് നിന്ന് ജോസി ബാബു നൽകും. ജോസി, അക്രമിയുടെ ചവിട്ടേറ്റ ഒരു പോലീസുകാരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം, ഈ അക്രമം ഉണ്ടായത്? ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാണ് കൂടുതൽ വിവരങ്ങൾ പോലീസ് നൽകുന്നത്? ദിവ്യ, ഇന്ന് പുലർച്ചെ 12:00 ഈ സംഭവം ഉണ്ടായത്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ശ്യാമപ്രസാദ് എന്ന കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ ഏറ്റുമാനൂരിന് സമീപം തെള്ളകത്ത് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തി. ഈ സമയത്ത് തൊട്ടടുത്ത തട്ടുകടയിൽ ഉണ്ടായിരുന്ന നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ജിബിൻ അവിടെ സംഘർഷമുണ്ടാക്കുകയും ഈ വിഷയത്തിൽ ഇടപെട്ട പോലീസുകാരനായ ശ്യാമപ്രസാദിനെ ജിബിൻ ആക്രമിക്കുകയുമായിരുന്നു. തുടരെയുള്ള ആക്രമണത്തിൽ അവശരായ ജിബിനെ ആ സമയം അതിലെ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കുമരകം SHO ഷിജിയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടു. സംഘർഷം ആണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇത്തരത്തിൽ തന്നെ ഒരാൾ മർദ്ദിച്ച് കടന്നു കളഞ്ഞു എന്ന് ഈ പോലീസുകാരൻ അറിയിച്ചു. തുടർന്ന് ഈ പോലീസുകാരൻ ഉൾപ്പെടെയുള്ള സംഘം തൊട്ടടുത്ത കാരിത്താസ് ജംഗ്ഷനിലേക്ക് എത്തുകയും അവിടെ വെച്ച് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കസ്റ്റഡിയിലെടുത്ത് തിരികെ മറ്റ് പോലീസുകാർ തിരികെ എത്തിയപ്പോഴാണ് ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ട് പരിക്കേറ്റിരുന്ന, അല്ലെങ്കിൽ പുറമേ കാര്യമായ പരിക്കുകളില്ല എങ്കിൽ കൂടിയും ഈ ശ്യാമപ്രസാദ് ഈ ജീപ്പിൽ കുഴഞ്ഞു വീഴുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ചു, കാരിത്താസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. 2 മിനിറ്റ് കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് 2:05 ഈ പോലീസുകാരൻ മരണപ്പെടുകയായിരുന്നു. ഇയാളുടെ പ്രതിയുടെ ചവിട്ടേറ്റാണ് ഈ പോലീസുകാരൻ മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഈ പ്രതിയായ ജിബിൻ. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മരണകാരണം പൂർണ്ണമായും സ്ഥിരീകരിക്കാനാകുകയുള്ളൂ. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. എന്തായാലും ഈ ഇന്നലെ വൈകിട്ട് ഈ കുടമാളൂർ എന്ന പള്ളിയുടെ പെരുന്നാൾ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കോട്ടയം വെസ്റ്റ് SHOയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. കോട്ടയം വെസ്റ്റ് SHOയുടെ ഡ്രൈവറാണ് ഈ മരണപ്പെട്ട ശ്യാം പ്രസാദ് ഈ ഡ്യൂട്ടിക്ക് ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. രാത്രി തന്നെ പോലീസും SP അടക്കമുള്ള സംഘം ആശുപത്രിയിലെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിയായ ജിബിനെ ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വൈകിട്ട് തന്നെ പോലീസ് പെട്രോളിംഗ് സംഘം കസ്റ്റഡിയിലെടുത്ത് ജിബിനെ പോലീസിനെ കൈമാറിയിട്ടുണ്ട്. വിശദമായ ജിബിനാണെങ്കിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി കൂടിയാണല്ലേ? ദിവ്യ, പെരുമ്പായിക്കാട് സ്വദേശിയായ ജിബിൻ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ ആന്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ജിബിൻ എന്നാണ് പോലീസുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ ആ നിലയ്ക്ക് ഒരു ക്രിമിനൽ വാസനയുള്ള ഈ കൊല്ലപ്പെട്ടത് പോലീസുകാരനാണ് എന്നത് നേരത്തെ തന്നെ ഈ പോലീസുകാരനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രതി ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. കാരണം ഈ സംഘർഷമുണ്ടായ സമയത്ത് ആ വിഷയത്തിൽ ഇടപെട്ട പോലീസുകാരനായ ശ്യാം പ്രസാദ് പ്രശ്നമുണ്ടാക്കിയാൽ താൻ അകത്തു പോകുമെന്ന് ഈ പ്രതിയോട് പറഞ്ഞു. അതിൽ പ്രകോപിതനായാണ് പ്രതി ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അവിടെ വെച്ച് തന്നെ ഈ സംഘത്തെ ഈ പ്രതി മർദ്ദിച്ചു. ഈ പോലീസുകാരന്റെ നെഞ്ചിൽ കയറി ചവിട്ടി, അതോടൊപ്പം ഈ ദേഹത്ത് കയറിയിരുന്ന് ഇടിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞത്. ആ സമയത്താണ് ഈ പെട്രോളിംഗ് പോലീസ് സംഘം വരുന്നത്. ഈ പോലീസുകാരൻ തന്നെ, ഈ മരണപ്പെട്ട പോലീസുകാരൻ തന്നെ പെട്രോളിംഗ് പോലീസ് ചീഫിന് കൈ കാണിച്ച് സാർ എന്നെ ഇത്തരത്തിൽ ഒരാൾ ആക്രമിച്ചു കടന്നു കളഞ്ഞു എന്ന് പറയുകയും ആ പെട്രോളിംഗ് സംഘം ഇത്തരത്തിൽ ഈ പോലീസുകാരനെ ഉൾപ്പെടെ മുന്നോട്ട് പോവുകയും കാരിത്താസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വെച്ച് തൊട്ടടുത്ത് വെച്ച് തന്നെ ഈ പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുകയുമായിരുന്നു. പിടികൂടിയ ശേഷം ഇയാളെ ജീപ്പിലേക്ക് എത്തിച്ച സമയത്താണ് ഇത്തരത്തിൽ ഈ അക്രമത്തിന് ഇരയായ പോലീസുകാരനായ ശ്യാം പ്രസാദ് ജീപ്പിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടത്. ആ പ്രാഥമികമായി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. അപ്പോൾ പൾസ് റേറ്റ് അടക്കം കുറവായിരുന്നു. പിന്നീട് 2 മണിക്കൂറിന് ശേഷം മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഈ പ്രതി ഉടൻ തന്നെ പിടികൂടാനായത്
പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. പക്ഷേ അതിദാരുണമായ സംഭവം ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായ ഒരാളുടെ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രാഥമികമായും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് മർദ്ദനം, ചവിട്ട് അടക്കമുള്ള മർദ്ദനത്തെ തുടർന്നാണ് പോലീസുകാരൻ മരിച്ചതെന്നാണ് പ്രാഥമികമായി ഡോക്ടർമാർ പറയുന്നത്. വിശദമായ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നടക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മാഞ്ഞൂർ സ്വദേശിയാണ് ഈ മരിച്ച പോലീസുകാരനായ ശ്യാം പ്രസാദ്. ദിവ്യ. യെസ്, ജോസി, ഈ പ്രതി ജിബിൻ ഒറ്റയ്ക്കായിരുന്നോ അതോ മറ്റു കൂടുതൽ പേർ സംഘത്തിലുണ്ടായിരുന്നോ? ദിവ്യ, പ്രാഥമികമായും ലഭിക്കുന്ന വിവരങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. ജിബിൻ ഒറ്റയ്ക്കല്ലായിരുന്നു, സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ 2 തട്ടുകടകൾ ഉണ്ടായിരുന്നു. ഈ പോലീസുകാരൻ ഭക്ഷണം കഴിച്ചിരുന്ന തട്ടുകടയിലേക്ക് സിഗരറ്റോ മറ്റോ വാങ്ങാനായാണ് ഈ പ്രതി എത്തിയത്. അവിടെ വെച്ച് കടക്കാരനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും വാക്കുതർക്കത്തെ തുടർന്ന് ഈ പോലീസുകാരൻ ഈ വിഷയത്തിൽ ഇടപെടുകയുമായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അപ്പോഴാണ് പോലീസുകാരൻ ഈ ഇദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ താൻ അകത്തു പോകുമെന്നുള്ള കാരണം അറിയിച്ചത്. കാരണം നേരത്തെ തന്നെ ഇയാൾ ഒരു ആന്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളായതുകൊണ്ട് പോലീസുകാരൻ ഇത് ഇതേ തുടർന്നായിരുന്നു വളരെ ഞെട്ടലുണ്ടാക്കുന്ന വേദനയുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് രാവിലെ പുറത്തുവരുന്നത്. കോട്ടയം ഏറ്റുമാനൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ തട്ടുകടയിൽ സംഘർഷം നടക്കുകയായിരുന്നു. ആ സംഘർഷത്തിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഇടപെട്ട പോലീസുകാരനെയാണ് അക്രമി ചവിട്ടുകയും അതിന് പിന്നാലെ തന്നെ പോലീസുകാരൻ കൊല്ലപ്പെടുകയും ചെയ്തത്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ശ്യാം പ്രസാദാണ് മരിച്ചത്. പ്രതി ജിബിൻ ജോർജിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജിബിനാണെങ്കിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് കൂടി പോലീസ് വിവരങ്ങൾ നൽകുന്നുണ്ട്. വിശദാംശങ്ങളാണ് കോട്ടയത്ത് നിന്ന് ജോസി ബാബു നൽകിയത്.